Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ ഇറച്ചി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി 1.25 കപ്പ് മട്ട റൈസാണ് എടുത്തേക്കണത്. അപ്പോൾ മട്ട റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പുഴുങ്ങലരിയും എടുക്കാം. അല്ലാണ്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസോ ഒന്നും എടുക്കരുത്. നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരി നന്നായിട്ട് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കരുത്. ഈ മട്ട റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളം വറ്റിച്ചല്ല ഉണ്ടാക്കുന്നത്. വെള്ളം നമ്മൾ ചോറൊക്കെ വാർക്കുന്ന പോലെ വാർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ചുമന്ന അരി നല്ല ആ കളർ ചുമപ്പ് കളർ പോകുന്ന വരെയും കഴുകിയെടുക്കണമെന്ന് പറയുന്നേക്കാം. അങ്ങനെയൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചുമപ്പ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയുടെ പുറത്തുള്ള തവിടാണ്. ആ തവിട് ഫുൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ, ആ അരിക്ക് ഒരു ഗുണമില്ല. അപ്പം നമ്മൾ അങ്ങനെ ചുമപ്പ് കളർ പോകുന്ന വരെയൊന്നും കഴുകുമൊന്നും വേണ്ട. നമ്മളൊരു 4 പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തേച്ചാൽ മതി. അല്ലാണ്ട് ഇത് കഴുകി അങ്ങ് ഒരു വൈറ്റ് കളറൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ റൈസ് ഞാൻ വറ്റിച്ചല്ല ഉണ്ടാക്കുന്നത്, സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് തെർമൽ കുക്കറിൽ വെച്ചിട്ടാണ് ചോറ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി റൈസ് പോലെ പെട്ടെന്നൊന്നും വെന്ത് വരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ തെർമൽ കുക്കറിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ എവിടെയെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യമേ ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ചോറ് വെക്കുന്ന പാത്രം സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് ചൂടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നെയ്യ് വേറൊരു പാത്രത്തിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഈ നെയ്യൊന്ന് ചൂടായിട്ട് വരണം. ഈ ചൂടായ നെയ്യിലേക്ക് ഒരു പട്ട, 3 ഏലക്ക. ഈ ഏലക്കയുടെ ഈ തലഭാഗം ഒന്ന് പൊട്ടിച്ചിടണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും എണ്ണയിലേക്ക് ഇടാം. 6 ഗ്രാമ്പു ഇതൊന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഞാനിത് തെർമൽ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണതാണ് ഈ സ്പൈസസ്. തെർമൽ കുക്കറിൻ്റെ കലത്തിലേക്ക് ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാക്കിയ സ്പൈസസ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ എന്തെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ കുതിർത്ത് വെച്ച അരിയൊന്നുമല്ല, ഞാൻ ആ കഴുകിയിട്ട് നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ സാധാരണ ചോറുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് നെയ്യൊന്നും ചേർക്കാറില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇത് ചോറ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല. ചോറ് വേകാൻ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇനി ഇത് ഓണാക്കാം. ഞാൻ ഈ അരി ഇങ്ങനെ ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അരിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസിനൊന്നും അത്രയും വലിയ കൊഴുപ്പൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ കൊഴുപ്പ് കൂടുതലാകുമ്പോഴത്തേക്ക് ഇത് നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിപ്പോൾ അങ്ങനെ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ തിളപ്പിച്ചിട്ട് നമ്മൾ ചോറായി കഴിയുമ്പോൾ ഞാൻ വറുക്കുന്നത്. പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തെർമൽ കുക്കറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. അപ്പം ഇനി ഇതിപ്പോൾ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തെർമൽ കുക്കറിലേക്ക് മാറ്റാം. തെർമൽ കുക്കറിൽ വെക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ സ്റ്റൗവിലിട്ടിട്ട് എങ്ങനെയാണോ വേവിക്കുന്നത് ആ രീതിയിൽ വേവിക്കാം. ഇതെനിക്ക് തെർമൽ കുക്കറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ചോറാകും. പെട്ടെന്ന് വെക്കുന്ന അരിയാണ്. അപ്പോൾ ഞാനിത് മാറ്റട്ടെ. ഞാൻ 1/4 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി വലിയ പീസായിട്ട് മുറിക്കുക. ഇനി ഇറച്ചിക്ക് വേണ്ടത്
ഇത് 2 വലിയ സവാളയാണ്. അപ്പോൾ അതിങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, അതും ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സ്പൈസസ് വറുത്ത സെയിം പാത്രം തന്നെയാണ്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണേണ്. ഇതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അത് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാള ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഞെരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓരോരോ ഇതളുകളായിട്ട് വിട്ട് വരും. അപ്പോൾ ഇത് മൂക്കാൻ എളുപ്പമാണ്. ഇത് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, അത്രയും മതി. ഞാനിപ്പോൾ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിടി കിട്ടുന്നുണ്ടായിരുന്നു, അത്ര ഇടുന്നുള്ളൂ. ഇനി ഇതൊന്ന് മൂക്കാൻ വറക്കണത്. ഇപ്പോൾ സവാള ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് മുന്തിരി ചേർക്കണതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കശുവണ്ടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കശുവണ്ടി ചേർക്കാത്തത്. അപ്പോൾ കശുവണ്ടി ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ കശുവണ്ടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രമേ മുന്തിരി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കശുവണ്ടിക്കല്ലേ മൂപ്പ് കൂടുതലുള്ളത്. അപ്പോൾ ആ കശുവണ്ടി എന്നൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരി അങ്ങ് ചേർക്കാം. അപ്പോൾ ആ മുന്തിരി മൂത്തൂന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്തിരി ഒന്ന് വീർത്ത് വരും. മുന്തിരിയും മൂത്തിട്ടുണ്ട്, അത് കണ്ടോ ഒരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റാം. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെയ്യുന്നതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ. ഇനി എണ്ണയിലേക്ക് 6 ഗ്രാമ്പൂ, 3 ഏലക്ക, പീസ് പട്ട, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കണം, നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാള ചേർക്കാം. സവാളയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. അതിന് മുന്നേ പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഈ പാത്രം ഒന്ന് അടച്ചു വെക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ചു വെക്കുന്നത്. തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡർ. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരത്തില്ല. ഈ ബിരിയാണി മസാല പൗഡറും കൂടി ചേർക്കുമ്പോഴാണ് ഒരു നല്ലൊരു ഫ്ലേവർ ഇതിൻ്റെ അകത്ത് വരുന്നത്. കടയിൽ നമുക്ക് ബിരിയാണി മസാല എന്ന് പറഞ്ഞ ഇത് വോൾ സ്പൈസസ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് പൊടിച്ച് വെച്ചാലും മതിയത്. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നല്ലതായിട്ട് പെരണ്ട് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില, അത് ചോപ്പ് ചെയ്താണ്. ഇനി മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തൈരിൻ്റെയും തക്കാളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് വേണം ഈ ചിക്കനൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇത് ചിക്കനൊന്ന് വെന്ത് വരട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇതുണ്ട്, അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ തീയിൽ വെച്ചിട്ടാട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മുടെ ചോറൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാം.
ചോറ് വെന്തിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ഇതൊന്നിനി വാർത്തെടുക്കണം. ഇതിങ്ങനെ വറ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചോറിങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വാർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വാർക്കട്ടെ. സാധാരണ ചോറ് വാർക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വാർക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് അരിപ്പ പാത്രത്തിലേക്കാണ് വാർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വാർക്കാം. അതല്ല കഞ്ഞിവെള്ളം കലത്തിലേക്കാണ് വാർക്കുന്നതെങ്കിൽ ആ രീതിയിൽ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഇതിൽ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിലെ വെള്ളം പോയി. ഇനി ആ ചോറ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചോറ് നന്നായിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാർക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് ആ കഞ്ഞിവെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ അതിലെ കൊഴുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇടാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ തന്നെ അത് ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഈ ചോറ് ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെയൊക്കെ ആ ഫ്ലേവർ ഈ ചോറിലേക്കൊന്ന് കയറി വരണം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം സവാളയും മുന്തിരിയും. അപ്പോൾ കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടിയും കൂടെ ചേർക്കായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ പീസസും ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഉറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു തവ ഉണ്ടെങ്കിൽ ആ തവ സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് ഈ പാത്രം അതിൻ്റെ പൊക്കത്തേക്ക് ഇറക്കി വെക്കുക. ഇത് എന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ചൂട് ഒരുപോലെ എല്ലാം എടുത്തിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വെച്ചേക്കണം. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ റൈസിലേക്ക് കയറി പിടിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ആദ്യമേ കുറച്ച് ചോറ്, ആദ്യമേ നമ്മൾ ആ മസാല ഉണ്ടല്ലോ നമ്മൾ സവാളയൊക്കെ ഉള്ളത് അത് വറുത്തത് അത് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ് കുറച്ച് ചോറിട്ട് കൊടുക്കുക. അതുപോലെ ഈ ചിക്കൻ്റെ പീസ് കണക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ചോറും കൂടി ഇടുക. ഇതുപോലെ എടുക്കുക. ഇനി ഏത് പ്ലേറ്റിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മൂടുക. നമ്മുടെ ഈ ബൗളിൻ്റെ മുകളിലേക്ക് മൂടുക. എന്നിട്ട് ഇതിങ്ങനെ കമത്തി കൊടുക്കുക. ഇത് പാത്രം പതുക്കെ പൊക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് സലാഡ് കൂടെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒന്ന് മാറ്റി പിടിക്കാം നമുക്കിത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.